എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വരുമാനവും വ്യത്യസ്തമാണ്, അല്ലേ? ഇപ്പോൾ 30,000 രൂപ വരുമാനമുള്ള ആളുകളുണ്ട്, അതിൽ കുറഞ്ഞ ആളുകളുണ്ട്. 50,000-മോ 1,00,000-മോ 1,50,000-മോ 2,00,000-മോ വരുമാനമുള്ള ആളുകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ആളുകളുമുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ, ഒരു 80-90% ആളുകളും ഒരേ ജീവിതാവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ഒരേ മാനസികാവസ്ഥയിലൂടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നവരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പറയാറുള്ളത് എന്താണ്? മാസാവസാനമാകുമ്പോൾ എത്ര പണം കിട്ടിയിട്ടും എനിക്ക് തികയുന്നില്ല എന്ന ഒരു പരാതിയാണ് പലപ്പോഴും പറയാറുള്ളത്, അല്ലേ? അത് 30,000 കിട്ടുന്ന ഒരാളാണെങ്കിലും ശരി, 2,00,000 രൂപ വരുമാനമുള്ള ആളുകളാണെങ്കിലും ശരി, അതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് ലേവിഷ് ആണെങ്കിലും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. അതിലപ്പുറം സ്വാഭാവികമായിട്ട് 2,00,000 രൂപ വരുമാനമുള്ള ആളുകൾ പോലും പറയാറുണ്ട് എനിക്ക് വരുമാനം തികയുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുമാനം തികയാതെ പോകുന്നത്? ഇത്രയധികം വരുമാനം ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയാതെ പോകുന്നത്? എപ്പോഴും പ്രശ്നങ്ങളുമായിട്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനും കുറെ തെറ്റുകൾ തിരുത്താനും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ള കാര്യവുമാണ്. കാരണം നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ആ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ ഞാൻ പറയുന്ന ഉദാഹരണം അതുപോലെ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരാൾ, 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും നന്നായിട്ട് ജീവിക്കേണ്ടത് ആരാണ്? 1,00,000 രൂപ വരുമാനമുള്ള ആളായിരിക്കും, അല്ലെ? കാരണം 50,000 രൂപയുടെ ഇരട്ടി വരുമാനം ആണ് 1,00,000 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ജീവിതം കുറെ കൂടി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകേണ്ടത് 1,00,000 രൂപ വരുമാനമുള്ള ആളുകളാണ്. എന്നാൽ ഈ 1,00,000 രൂപ വരുമാനമുള്ള ആളുകളും 50,000 രൂപ വരുമാനമുള്ള ആളുകളും ഒരേ മാനസികാവസ്ഥയിലൂടെ, ഒരേ മാനസിക സമ്മർദ്ദത്തിലൂടെ, ഒരേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കാണാൻ പറ്റും. അതായത് മാസാവസാനമാകുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അവസ്ഥ ഒരേ രീതിയിൽ തന്നെയാണ്, പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല ബാക്കി. അതിൻ്റെതായിട്ടുള്ള പ്രഷറും പ്രശ്നങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെ? നമുക്കെല്ലാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതായത് നമുക്കൊരു വാഹനം വേണം, വീട് വാങ്ങിക്കണം, അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ, TV ആവട്ടെ, ഫ്രിഡ്ജ്, മിക്സി, സ്റ്റൗ, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളുമാണ്. ഇതിനോടൊക്കെയുള്ള നമ്മുടെ സമീപനം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്ര വരുമാനം കിട്ടിയിട്ടും വഴുതി വീഴുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കാറ് നമ്മൾ വാങ്ങിക്കുകയാണ്. കാറ് വാങ്ങിക്കുമ്പോൾ ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ EMI അടക്കുന്ന രീതിയിലായിരിക്കും ഒരു കാറ് വാങ്ങിക്കുന്നുണ്ടാവുക. അതിനനുസരിച്ചിട്ടുള്ള ഒരു കാറാണ് വാങ്ങിക്കുക. എന്നാൽ 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ അവൻ ചിന്തിക്കുന്നത് എനിക്ക് 1,00,000 രൂപ വരുമാനമുണ്ട്, അപ്പൊ എനിക്ക് ഒരു മികച്ച വാഹനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന രീതിയിൽ അവൻ എന്ത് ചെയ്യുന്നു? ഒരു 30,000 രൂപയോളം EMI ഉള്ള ഒരു വാഹനം വാങ്ങിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 50,000-ൽ നിന്ന് 10,000 രൂപ കുറയുമ്പോൾ 40,000 രൂപയും, 1,00,000 രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് 30,000 കുറയുമ്പോൾ 70,000 രൂപയുമായി അവരുടെ വരുമാനം കുറയുകയാണ്. പിന്നീട് അത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം ബാക്കി EMI ആയിട്ട് പോവുകയാണ്. പിന്നീട് അയാൾ ആഗ്രഹിക്കുകയാണ് സ്വന്തമായിട്ട്, ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് 50,000 രൂപ വരുമാനമുള്ള ഒരാൾ 20,000 രൂപ EMI അടക്കുന്ന രീതിയിൽ ഒരു വീട് പ്ലാൻ ചെയ്യുന്നു. അതേ സ്ഥാനത്ത് 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. അവൻ 50,00,000-ന്റെയും 60,00,000-ന്റെയും ഒരു വീട് പണിത് ഏകദേശം ഒരു 40,000-മോ അതിന് മുകളിലുള്ള EMI അടക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്.
ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ 70,000-ൽ നിന്ന് 40,000 അങ്ങ് പോകുമ്പോൾ അവിടെ 30,000 രൂപയാണ് ബാക്കി ഉണ്ടാവുക. എന്നാൽ 50,000 രൂപ വരുമാനമുള്ള ഒരാൾ കാറ് വാങ്ങിയപ്പോൾ 10,000 കുറഞ്ഞു. പിന്നീട് 20,000 രൂപയുടെ ഹൗസിംഗ് ലോണും കൂടി അടച്ചു കഴിഞ്ഞാൽ പെനി ഉണ്ടാവുന്നത് 20,000 രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 1,00,000 രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചും 50,000 രൂപ വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വരുമാനം എത്രയായി കുറഞ്ഞു? 20,000-വും 30,000-വും മാത്രമാണ് ഒരു മാസം പിന്നീട് മിച്ചം വരുന്നത്. പിന്നീട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ 50,000 രൂപയുള്ള ഒരാൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 1000 രൂപയുള്ള ഡ്രസ്സായിരിക്കും വാങ്ങിക്കുക. എന്നാൽ 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? 2,000-ഓ 2,500 രൂപയുടെ വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും സാധനങ്ങൾ, അനാദി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ 50,000 രൂപ വരുമാനമുള്ള ആളുകൾ 500 രൂപയ്ക്ക് ഒരു ദിവസം സാധാരണ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പോൾ 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 1000 രൂപയുടെ 1,500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഒടുവിൽ രണ്ടുപേരും മാസാവസാനമാകുമ്പോഴേക്കും രണ്ടുപേരുടെ കയ്യിലും ഒന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നല്ല പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തരാനാണ്. ശരിക്കും ഇവിടെ നമുക്ക് വരുമാനം കൂടുന്തോറും നമ്മൾ നന്നായിട്ട് ജീവിക്കാനല്ല ശ്രമിക്കുന്നത്. അതിന് പകരം മറ്റുള്ളവരുടെ മുന്നിൽ ജീവിതം, അവനവന്റെ സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പണത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരാൾ പരാജയപ്പെടുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ ജീവിതത്തിൽ ആവശ്യമുള്ളത് അതിനുവേണ്ടി അല്ല പലപ്പോഴും നമ്മൾ പണം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1,00,000 രൂപ വരുമാനമുള്ള ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ 50,000 രൂപ വരുമാനമുള്ള ഒരാളെ പോലെയാണ് ജീവിച്ചതെങ്കിൽ അയാളുടെ കയ്യിൽ എത്രത്തോളം പണം മിച്ചം വന്നിട്ടുണ്ടാവും? ഇത് അയാളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അയാളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അയാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, അയാളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനല്ലേ ശരിക്കും അയാൾ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴല്ലേ ശരിക്കും ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നതും അവനവന്റെ ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കുന്നതും. എന്നാൽ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ വളരെ മോശമായ രീതിയിൽ വിനിയോഗിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലെ കാര്യം പറഞ്ഞിട്ടില്ലേ? എൻ്റെ ലൈഫിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. ഒരു സൗകര്യം നോക്കിയിട്ടാണ്. കാരണം ടൗണിലാണെങ്കിൽ നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ മക്കളുള്ളത് കൊണ്ട് പറഞ്ഞാൽ, മോനുള്ളത് കൊണ്ട് വെച്ചാൽ അവനെ സ്വതന്ത്രമായിട്ട് നമുക്ക് വിടാൻ പറ്റും. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. വിലയൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ വിലയൊക്കെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വലിയ ബില്ല് കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല വാങ്ങിച്ചിട്ടുണ്ടാവാൻ. കാരണം എന്താണ്? നമ്മൾ കണ്ടമാന സാധനങ്ങൾ പലതും നമ്മൾ വാരി വലിച്ചിട്ട് നമ്മൾ ബാസ്ക്കറ്റിലിടും. എന്നിട്ട് ലാസ്റ്റ് ബില്ലാക്കും പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഒരു ദിവസം ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. ഓരോ വട്ടം പോകുമ്പോഴും 1,000 രൂപ ബില്ലാവാറുണ്ട്. ടോട്ടൽ ഒരു മാസം കൂട്ടിക്കഴിച്ച് ഗൂഗിൾ പേ നോക്കിക്കഴിഞ്ഞാൽ 10,000-നും 15,000-നും ഇടയിലാണ് സൂപ്പർ മാർക്കറ്റിൽ മാത്രം ഞാൻ കൊടുക്കുന്ന ബില്ലെന്ന് പറയുന്നത്. കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാതായിരുന്നു എന്നുള്ളതാണ്. വാങ്ങിയ കുറെ സാധനങ്ങൾ വളരെ അൺഹെൽത്തി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെലവഴിക്കുന്ന പണം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ, അത്രയ്ക്കും കൃത്യമായ രീതിയിൽ ആവശ്യത്തിനനുസരിച്ചിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ നമ്മൾ പണം ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇവിടെ 50,000 രൂപ വരുമാനമുള്ള ഒരാളും 1,00,000 രൂപ വരുമാനമുള്ള ഒരാളും ഒരേ രീതിയിൽ തന്നെയാണ് ജീവിതം കൈകാര്യം ചെയ്തത്. സ്വന്തമായിട്ട് വാഹനമുണ്ട്, സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വാങ്ങിച്ച പല കാര്യങ്ങളും നമ്മുടെ ആവശ്യത്തിലധികം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ചെറിയ ഒരു കുടുംബമാണ്, അച്ഛനും അമ്മയും അല്ലെങ്കിൽ 1-2 മക്കളുമുള്ള ഒരു കൊച്ചു കുടുംബത്തിന് എന്തിനാണ് 3,000-3,500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് പണിയുന്നത്? ശരിക്കും പറഞ്ഞാൽ 1,500-നും 2,000-നും ഇടയിലുള്ള ഒരു ചെറിയ വീട് മതി, എല്ലാ സൗകര്യങ്ങളുള്ള. എന്തിനാണ് വീട് എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ വീടൊക്കെ പണിയാറുള്ളത്. എനിക്ക് വലിയ വീടുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷമായിട്ട്, വലിയ അഭിമാനമായിട്ട് കാണുന്ന ആളുകളാണ്. എന്നാലോ കടങ്ങളും ബാധ്യതകളും ഒക്കെ ആയിട്ട് ഒരു ദിവസം പോലും അവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക, വാങ്ങുക എന്നുള്ളതാണ്.
അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒരു സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ അവനവന്റെ ജീവിതത്തിന്റെ ഭംഗിയെ, സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ വലിയൊരു കാറ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാറിൽ കയറുമ്പോഴും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും മാത്രമേ സ്റ്റാറ്റസ് അവിടെ നിലനിൽക്കുന്നുള്ളൂ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിയിൽ ആരാണ് ഉള്ളതെന്നൊന്നും ആരും അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ വികലമായിട്ടുള്ള ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തരുത്. സാമ്പത്തികമായിട്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഇനി അതല്ല, നമ്മളിപ്പോ 50,000 രൂപ വരുമാനമുള്ള ഒരാൾ സെറ്റപ്പായിട്ട് ജീവിക്കുന്നു എന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ 50,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി 70,000 രൂപയായി എന്ന് കരുതുക. അപ്പോഴും ഈ 20,000 രൂപയിൽ ഒരു 10,000 രൂപ പോലും അയാൾക്ക് മിച്ചം വയ്ക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അയാൾ പുതിയ ആവശ്യങ്ങൾ കണ്ടെത്തും. ആവശ്യങ്ങളാണോ അനാവശ്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുക. അതായത് നമ്മൾ 1000 രൂപയുടെ ഡ്രസ്സ് വാങ്ങിയ അയാൾ എന്ത് ചെയ്യുന്നു? 2000 3000 രൂപയുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ തുടങ്ങും. കാരണം എനിക്ക് വരുമാനം കൂടിയല്ലോ എന്ന ചിന്തയാണ്. 20,000 രൂപയുടെ ഫോൺ വാങ്ങിച്ച അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഐഫോൺ വാങ്ങിക്കുന്നു. 1 ലക്ഷം രൂപയുടെയും 1.5 ലക്ഷം രൂപയുടെയും ഐഫോൺ വാങ്ങിക്കുന്നു. അപ്പോഴേക്കും 10,000-ന് മേലെ അടവാകും. അപ്പോൾ ഈ 20,000 രൂപ കിട്ടിയിട്ടും ആ പഴയ അതേ അവസ്ഥയിൽ തന്നെ അയാൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ പണത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരാൾക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സംതൃപ്തി കണ്ടെത്താനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന ഒരു ചിന്ത ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കരുത്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ച ആവശ്യങ്ങൾ കണ്ടെത്തി അത് മാത്രം നടപ്പിലാക്കുക. നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യത്തിന് എത്ര പണവും ചെലവഴിക്കാം, എന്നാൽ അനാവശ്യമായിട്ട് 1 രൂപ പോലും ചെലവഴിക്കാതിരിക്കാൻ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ മെസ്സേജും അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് മാത്രം ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതില്ല, മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ല. സ്റ്റാറ്റസ് കാണിക്കാനുള്ളതല്ല ജീവിതം. അവനവന്റെ സന്തോഷങ്ങളെ, അവനവന്റെ സംതൃപ്തിയെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും ജീവിതം കുറെ കൂടി മനോഹരമാക്കാനുമുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി പണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.